വിനോദത്തിനായും തൊഴിൽപരമായ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടിയും ചില ചരിത്രപരമായ കാരണങ്ങളാലും രൂപം കൊണ്ട ഗൂഢഭാഷകളാണ് വംശീയതര ഗൂഢഭാഷകൾ. കടപയാതി, ചെട്ടിഭാഷ, മറിച്ചുചൊല്ലൽ, മൂലഭദ്രി, മൈഗുരുഡ് തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പട്ടാളക്കാർക്കിടയിൽ രൂപം കൊണ്ട ഗൂഢഭാഷയാണ് മൂലഭദ്രി. രാജശാസനകൾ മറ്റുള്ളവർ അറിയാതെ രഹസ്യമായി സംസാരിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം. മൂലഭദ്രി പ്രകാരം വാക്കുകളെ ഉണ്ടാക്കുന്നതിനെ ശ്ലോകത്തിൽ ഇങ്ങനെ വിശദീകരിക്കും: അക്കൗ ഘക്കൗ ഘങ്ങൗ ചവൈ ചട്ടൗ ചണൗ തപൗ നമൗ യശൗ രഷൗ ലസൗ ഛേദി ഒഹ ഷള റഴ കള. ആയ്ക്ക് പകരം ക, കായ്ക്ക് പകരം ആ, ഇങ്ങനെ ശ്ലോകത്തിൽ ചേർത്തെഴുതിയിരിക്കുന്ന വാക്കുകൾ പരസ്പരം മാറ്റി ഉപയോഗിക്കുന്നു. ചായ വേണോ എന്നതിന് മൂലഭദ്രിയിൽ ടാശ ഹേഞ്ഞോ എന്നാണ് ചോദിക്കുക. വേണമെന്നതിന് ഹേഞ്ഞം എന്നാണ് പറയുക.